بسم الله الرحمن الرحيم ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم وأزلفت الجنة للمتقين وبرزت الجحيم للغابين صدق الله العلي العظيم. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ രംഗങ്ങളിലും അല്ലാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് പ്രാധാന്യം നൽകുകയും അവർക്ക് അനുസൃതമായിക്കൊണ്ട് ജീവിതം പാകപ്പെടുത്തുകയും ചെയ്യണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന അവൻ്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവർ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരാൾക്ക് സാമ്പത്തികമായി കഴിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അധികാരമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉന്നത സ്ഥാനീയനാണെങ്കിൽ അതിൻ്റെ പേരിൽ അയാൾക്ക് സ്വർഗം നൽകപ്പെടുകയില്ല. ഖുർആനിൽ വളരെ വ്യക്തമായി ഒരാള് വളരെയധികം വിഷമത്തോടു കൂടി പറയുന്ന ഒരു സംഭവം എടുത്തു പറയുന്നു. മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. എൻ്റെ സമ്പത്ത് എനിക്ക് പ്രയോജനം ചെയ്തില്ല, എൻ്റെ അധികാരം ഇതാ നശിച്ചു പോയിരിക്കുന്നു. ഞാൻ ദുനിയാവിൽ വളരെ ഉന്നതസ്ഥാനീയനായിരുന്നു, സകലമായ ആളുകളും എന്നെ അംഗീകരിച്ചിരുന്നു, സാമ്പത്തികമായി വളരെയധികം കഴിവുള്ളവനായിരുന്നു ഞാൻ. പക്ഷേ ഇവിടെ ഇതാ പരലോകത്തെത്തിച്ചെന്നപ്പോൾ ഇതൊന്നും തന്നെ എനിക്ക് ഉപകാരപ്പെടുന്ന അവസ്ഥയിലല്ലല്ലോ. തുടർന്ന് പറയുന്നു, അയാളെ സംബന്ധിച്ച് തന്നെ പറയുകയാണ്, ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂ. അയാളെ പിടികൂടുക, ബന്ധനസ്ഥനാക്കുക, എന്നിട്ട് നരകത്തിൽ എറിയുക, നരകത്തിൽ അയാളെ കത്തിച്ചു കളയുക. മാത്രമല്ല, സുമ്മ ഫീ സിൽസിലത്തിൻ സറഉഹാ 70 സിറാഅൻ ഫസ്ലുഖൂ. 70 മുഴം നീളമുള്ള ചങ്ങലയിൽ അയാളെ ബന്ധിക്കുകയും ചെയ്യും എന്ന് പറയപ്പെടുമെന്ന്. അപ്പോൾ ഐഹികമായി എന്തെങ്കിലും പുറമെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കഴിവുകൾ, സ്ഥാനങ്ങൾ, അതൊന്നും തന്നെ ഉപകാരപ്പെടുന്ന ഒരവസ്ഥയല്ല പരലോകത്തിലുള്ളത്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. സമ്പത്തോ മക്കളോ സന്തതികളോ പ്രയോജനം ചെയ്യുന്ന ഒരു ദിവസമല്ല അത്. ഇവിടെ ചിലപ്പോ നമുക്ക് പലതും സാധിച്ചു എന്ന് വരാം. ദുനിയാവിന്റെ അവസ്ഥ അതാണ്. സാമ്പത്തികമായ കഴിവുണ്ടെങ്കിൽ, ഉന്നതരായ സന്തതികളുണ്ടെങ്കിൽ, കുടുംബക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതും സാധിക്കും. എന്നാൽ ആ ദിവസത്തിന്റെ പ്രത്യേകത യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. മക്കളോ സമ്പത്തോ പ്രയോജനപ്പെടുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പക്ഷെ അവിടെയും ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. സമ്പത്തും സന്താനങ്ങളും നിങ്ങൾക്ക് പ്രയോജനം ചെയ്തില്ലെങ്കിലും പ്രയോജനം ചെയ്യുന്ന
മറ്റൊരു കാര്യമുണ്ട്, ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഖൽബിൻ സലീം, സകലമാന സംഗതികളിൽ നിന്നും രക്ഷപ്പെട്ട ഹൃദയം, മനസ്സ് ഉള്ളവനൊഴികെ. അതായത് സന്മനസ്സുള്ള ആളുകൾക്ക്, മനസ്സിൽ കളങ്കമില്ലാത്ത ആളുകൾക്ക് അവിടെ യാതൊരു പ്രശ്നവുമില്ല, അയാൾ അവിടെ രക്ഷപ്പെട്ടു പോകും എന്നാണ് ഈ ആയത്ത് നമ്മോട് വിശദീകരിക്കുന്നത്. സ്വാഭാവികമായും ഖൽബുൻ സലീം, സുമനസ്, തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുന്നതായി മനസ്സ് എന്ത് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിരിക്കുന്നു. അവർ പറഞ്ഞു, അല്ലദീ സല്ലമ ഖൽബഹു വസദ്റഹു മിനശ്ശിർകി വന്നിഫാഖ്. പ്രകാരം നല്ല ഹൃദയമുള്ളവൻ, നല്ല മനസ്സുള്ളവൻ എന്ന് പറഞ്ഞാൽ അയാള് ശിർക്കിൽ നിന്നും നിഫാഖിൽ നിന്നും രക്ഷപ്പെട്ടവനാണ്. വമിനൽ ഹഖദി വൽ ഹസദ്, വൈരാഗ്യത്തിൽ നിന്നും അസൂയയിൽ നിന്നും രക്ഷപ്പെട്ടവനാണ്. വസയ്യിൽ ആഫാഖ്, കുഴപ്പങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവനാണ്. വൽ കിബ്രി വൽ ഉലൂബി അലൽ ഖൽബ്, അഹങ്കാരത്തിൽ നിന്നും പൊങ്ങച്ചത്തിൽ നിന്നും രക്ഷപ്പെട്ടവൻ. എന്ന് വെച്ചാൽ അയാളുടെ മനസ്സിൽ ഈ പറഞ്ഞതായ ഒന്നിനു പോലും സ്ഥാനമില്ല. ഇതൊക്കെയും ഒഴിച്ചു നിർത്തിയ ആളെ സംബന്ധിച്ചാണ് ഖൽബുൻ സലീം. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞ ഈ തരത്തിലുള്ള ദുർഗുണങ്ങളൊന്നും ആരുടെ മനസ്സിൽ തട്ടിയിട്ടില്ലയോ അവനാണ് സന്മനസ്സിന്റെ ഉടമസ്ഥൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ അരികെ പരലോകത്ത് ചെന്നാൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം എന്നാണ് ഇവിടെ വിശദീകരിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാലഘട്ടത്തിൽ സഹാബിമാർക്കിടയിൽ പറയാറുണ്ടായിരുന്ന കാര്യമായിരുന്നു, കാന അഫ്ദലുഹും ഇൻദഹും അസ്ലമുഹും സദ്റൻ വഅഖല്ലുഹും ഗൈബതൻ. അവരുടെ അരികെ ഏറ്റവും നല്ല ആളുകൾ, കാന അഫ്ദലുഹും, സഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരായ ആളുകൾ, ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ എന്ന് പറഞ്ഞാൽ അസ്ലമുഹും സദ്റൻ, നല്ല ഏറ്റവും നല്ല മനസ്സിന്റെ ഉടമസ്ഥനും, വഅഖല്ലുഹും ഗൈബതൻ, ഗീബത്ത് പറയുന്ന കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞവനുമായിരുന്നു. എന്ന് വെച്ചാൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ, മോശമായ സ്വഭാവങ്ങളിൽ നിന്നും പൂർണ്ണമായും അകന്നു നിൽക്കുന്നവൻ, അങ്ങനെയുള്ള ആളുകളായിരുന്നു സഹാബത്തിന്റെ കൂട്ടത്തിൽ അവർ അഫ്ദലുഹും, അവരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠന്മാരായിട്ട് എണ്ണിയിരുന്നത്. അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, കാനൂ യഅമലൂന യസീറൻ വയുജ്റൂന കസീറ. അവർ വളരെ കുറഞ്ഞ പ്രവർത്തനങ്ങളാണ് ചെയ്തിരുന്നത്, പക്ഷേ വലിയ പ്രതിഫലമായിരുന്നു അവർക്ക് നൽകപ്പെട്ടിരുന്നത്. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ കുറച്ച്, പക്ഷേ ഏറ്റവും കൂടുതലായി അവർക്ക് പ്രതിഫലം നൽകപ്പെട്ടു. സ്വാഭാവികമായും അവർ ചോദിച്ചു, ഖുൽതു ലിമദാ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ? പ്രവർത്തനം കുറച്ച്, കൂലി കൂടുതൽ. അപ്പൊ പറഞ്ഞു, കാല ലിസലാമത്തി സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങൾ സലീമായിരുന്നു. നേരത്തെ പറഞ്ഞ ഖൽബുൻ സലീം, അവരുടെ ഹൃദയങ്ങൾ ശുദ്ധമായിരുന്നു. അപ്പോ സുമനസ്സോടുകൂടി, ശുദ്ധമായ ഹൃദയത്തോടുകൂടി, കളങ്കമില്ലാത്ത മനസ്സോടുകൂടി പ്രവർത്തനങ്ങൾ ചെയ്തത് കാരണത്താൽ അല്ലാഹു തആല അവർക്ക് അധികമായി പ്രതിഫലം നൽകി എന്നാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ മുൻഗാമികൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ്. അങ്ങനെ നല്ല മനസ്സിന്റെ ഉടമസ്ഥരായി തീരുവാൻ വേണ്ടിയാണ് നമ്മുടെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടാക്കേണ്ടത്. അങ്ങനെ സുമനസ്സുള്ളവരായിക്കൊണ്ട്, നല്ല മനസ്സിന്റെ ഉടമസ്ഥരായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ സാധിച്ചാൽ അത് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരും. ഖുർആനിൽ മറ്റൊരിടത്ത് പറഞ്ഞു, ഖുൽ ഇബാദി യഖൂലു അല്ലദീ അഹ്സൻ, യഖൂലു അല്ലദീ അഹ്സൻ, എൻ്റെ അടിയാറുകളോട് പറയുക, അവർ നല്ലത് പറയട്ടെ. ഇന്ന ശൈത്താന യൻസഉ ബൈനഹും, കാരണം
പിശാച് ശൈത്താൻ അവർക്കിടയിൽ പ്രശ്നമുണ്ടാക്കുന്നു. കാരണം ഇന്ന ശൈത്താന കാലയിൽ പിശാച് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ അവന്റെ ശത്രുവാകുന്നു. അപ്പൊ മനുഷ്യർക്കിടയിൽ പ്രശ്നമുണ്ടാക്കുക എന്നുള്ളത് പിശാചിന്റെ ജോലിയാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കാതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പിശാചിന് നിങ്ങൾ പണി കൊടുക്കരുത് എന്നാണ് ഈ ഖുർആനിലായത് നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ മനുഷ്യരുടെ മനസ്സുകൾ തമ്മിൽ അകറ്റുവാനായി പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അതിൽ പെട്ടുപോകരുത്. അതുകൊണ്ട് എന്റെ അടിയാറുകളോട് പറയണം, എപ്പോഴുള്ള അവർ നല്ല വാക്കുകൾ പറയട്ടെ എന്ന് ഖുർആനിലൂടെ പ്രത്യേകമായി പഠിപ്പിക്കുകയാണ്. കൂടാതെ ഏറ്റവും നല്ല മനസ്സുള്ള ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ഹദീസ് നമുക്ക് നല്ല മനസ്സിന്റെ ഉടമസ്ഥരാണ് ഏറ്റവും ഉത്തമർ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ പ്രവാചകരെ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരായ ആളുകൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, കുല്ലു മഹ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ. മഹ്മൂമുൽ ഖൽബി സദൂഖുൽ ലിസാൻ എന്ന് വെച്ചാൽ അടിച്ചു വാരപ്പെട്ട ഹൃദയമുള്ളവൻ, അതുപോലെ തന്നെ സത്യസന്ധമായ നാവുള്ള. ഇങ്ങനെ പറഞ്ഞപ്പോ അവർ ചോദിച്ചു, സദൂഖുൽ ലിസാൻ നഅരിഫു, സത്യസന്ധമായ നാവുള്ളവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകും, എന്നാൽ ഫമാ മഹ്മൂമുൽ ഖൽബ്, ഹൃദയം അടിച്ചുവാരപ്പെട്ടവൻ എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഹുവ തഖിയ്യുൻ നഖിയ്യു ലാ ഇസ്മ ഫീഹി വലാ ബഗ്യ വലാ ഖില്ല വലാ ഹസദ. അങ്ങനെ പറഞ്ഞാൽ ആ മനുഷ്യൻ ആരാണ്? അടിച്ചുവാരപ്പെട്ട ഹൃദയമുള്ളവൻ എന്ന് പറഞ്ഞാൽ അയാൾ ധാർമ്മികമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവനാണ്. അതുപോലെ തന്നെ സംശുദ്ധമായ ജീവിതം നയിക്കുന്നവനാണ്. മാത്രമല്ല അയാളുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളില്ല, അതുപോലെ തന്നെ അക്രമമില്ല, അതുപോലെ തന്നെ വഞ്ചനയില്ല, അതുപോലെ തന്നെ അസൂയയില്ല. ഈ പറഞ്ഞതായ ദുർഗുണങ്ങളൊന്നും ഇല്ലാത്ത സംശുദ്ധമായ ജീവിതം നയിക്കുന്ന ആൾക്കാണ് മഹ്മൂമുൽ ഖൽബ് എന്ന് പറയുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പോ നാവ് സത്യസന്ധമാകുന്നത് പോലെ, അതായത് സത്യം പറയുന്ന നാവാകുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിൽ നിന്നും സകലമായ തിന്മകളും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്ന വിഷയം പറയുന്ന ഹദീസും ഇതേ കാര്യം പറഞ്ഞിരിക്കുന്നു. ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ 2 പ്രാവശ്യമാണ് അല്ലാഹുവിന്റെ മുമ്പിൽ പ്രദർശിക്കപ്പെടുന്നത്. ഒരാഴ്ചയിൽ 2 പ്രാവശ്യം, തിങ്കളാഴ്ചയും അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസവും മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു. എല്ലാ മുഅ്മിനായ അടിമകൾക്കും ആ സമയത്ത് പുറത്തു കൊടുക്കപ്പെടുന്നു. പക്ഷേ ഒരാളുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയില്ല. കാരണം അയാൾക്കും അയാളുടെ സഹോദരനും ഇടയിൽ പ്രശ്നമുണ്ട്. അതുകൊണ്ട് പറയപ്പെടും, ഇവരെ 2 ഒഴിവാക്കുക, അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാനായിട്ടില്ല, അവർ തിരിച്ചു വരട്ടെ, അവർ അവരുടെ ബന്ധങ്ങൾ നന്നാക്കട്ടെ, അതിനുശേഷമേ അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് ഈ പ്രസിദ്ധമായ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ശ്രദ്ധിക്കേണ്ടതായ പ്രത്യേകമായ വിഷയമാണ് നമ്മുടെ മനസ്സ് ശുദ്ധമാകണം. ഏതെങ്കിലും ആളുകളുമായി പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വെറുതെയാണ്. അല്ലാഹു തആല പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയില്ല. നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ സദഖയും നമ്മുടെ ഹജ്ജും സകലമായ കാര്യങ്ങളും സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇങ്ങനെ
ഇങ്ങനെ ഒരു ഷർത്തുണ്ട്, ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുള്ളത് നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് യുക്തമാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു സുംറത്തിൻ തരിദുൽ ജന്ന, ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ ഒരു വിഭാഗം ആളുകളാണ് സൂറത്ത് ഹുമ്മല, സൂറത്ത് ഖമർ, ലൈലത്തുൽ ബദർ. 14-ാം രാവിൽ ചന്ദ്രന്റെ അവസ്ഥ എന്താണോ അതുപോലെ വെട്ടിത്തിളങ്ങുന്ന പ്രകാശപൂരിതമായ അവസ്ഥയിലായിരിക്കും അവരുടെ രൂപങ്ങൾ ഉണ്ടാവുക. അവരാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. എന്താണ് അവരുടെ പ്രത്യേകത? ലാ ഇഖ്തിലാഫ ബൈനഹും വലാ തബാഖുദ് ഖുലൂബിഹിം ഖൽബുൻ വാഹിദുൻ യുസബ്ബിഹൂന അല്ലാഹ ബുക്റതൻ വഅശിയ്യ. അവരെ പറ്റി പറഞ്ഞതാ, അവർക്കിടയിൽ പ്രശ്നങ്ങളില്ല, അവർക്കിടയിൽ അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ വിദ്വേഷമില്ല, ഹൃദയങ്ങൾക്കിടയിൽ വൈരാഗ്യമില്ല, അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല. ഖൽബുൻ വാഹിദുൻ, അവരുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ ഒന്നാണ്. യുസബ്ബിഹൂന അല്ലാഹ ബുക്റതൻ വഅശിയ്യ, പ്രഭാതത്തിലും പ്രദോഷത്തിലും അവർ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ അവരാണ് അവ്വൽ സുംറത്തിൻ തലിജുൽ ജന്ന, സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്ന വിഭാഗം. നമുക്കതിൽ നിന്നും മനസ്സിലാക്കാം, മനുഷ്യന്റെ മനസ്സിന്റെ കറ കളഞ്ഞാൽ മാത്രമേ അങ്ങനെ സ്വർഗപ്രവേശം നേടുന്ന ആളുകളുടെ കൂട്ടത്തിൽ എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുമായി ബന്ധപ്പെട്ട വളരെ മനോഹരമായ ഒരു സംഭവം ഒരു സുദീർഘമായ ഹദീസിലൂടെ നമ്മൾ കേൾപ്പിക്കുന്നു. അനസ് ഇബ്നു മാലിക് റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസിൽ ഒരു പ്രാവശ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന മദീന പള്ളിയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യത്ലഉ അലൈക്കുൽ ആൻ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തി ഇതാ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഇവരെല്ലാവരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. അവരുടെ സകലമായ പ്രവർത്തനങ്ങളും സ്വർഗം നേടുവാൻ വേണ്ടിയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പോഴൊരു ആൾ വരും, അയാള് സ്വർഗത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിയാണ്. സ്വാഭാവികമായും ആളുകൾ എല്ലാവരും ആശങ്കയോടുകൂടി കാത്തിരിക്കുകയാണ്, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്, ആരാണ് വരുന്നത്. അപ്പോ അവരുടെ കൂട്ടത്തിൽപ്പെട്ട അൻസാരികളിൽപ്പെട്ട ഒരു സാധാരണ മനുഷ്യൻ അങ്ങനെ പള്ളിയുടെ ഉള്ളിലേക്ക് കയറി വന്നു. അയാളുടെ താടിയിൽ നിന്നും വെള്ളം ഒതുവെടുത്തതിന്റെ വെള്ളം ഉറ്റിക്കൊണ്ടിരിക്കുന്നു. അയാളുടെ ഇടത് കൈയിൽ അയാൾ ചെരുപ്പ് പിടിച്ചിട്ടുണ്ട്. വെറും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. അങ്ങനെ അയാൾ വന്നു, അയാൾ ഇരുന്ന് സുന്നത്തൊക്കെ നമസ്കരിച്ചു. പിറ്റേ ദിവസം ഇതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യത്ലഉ അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാള് ഇതാ വരാൻ പോകുന്നു. ഇവർ വീണ്ടും കാത്തിരുന്നപ്പോൾ ഇന്നലെ വന്ന അതേ വ്യക്തി അതേ സമയത്ത് വീണ്ടും. ഇത് 3-ാമത്തെ ദിവസവും ആവർത്തിച്ചു. അപ്പോഴും അവർ കാത്തിരുന്നപ്പോ വന്ന വ്യക്തി അത് തന്നെയായി. ഇങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും ഇദ്ദേഹത്തെ സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടി അവരുടെ കൂട്ടത്തിൽപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ്, അദ്ദേഹം ഇദ്ദേഹത്തിന്റെ പിന്നാലെ കൂടി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാനും എന്റെ പിതാവും തമ്മിൽ ചില പ്രശ്നങ്ങളാണ്, നമ്മൾ 1-2 ദിവസം ഇവിടെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ അനുവദിക്കണം. അയാൾ അനുവദിച്ചു, അയാളുടെ കൂടെ നിന്നു. പക്ഷെ ഇയാളുടെ അബ്ദുല്ലാഹിബ്നുന്റെ ഉദ്ദേശം എന്താണ്? ഇയാളുടെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുക. ഇദ്ദേഹം സ്വർഗത്തിൽ പോകുന്നവനാണെന്ന് 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർച്ചയായി പറയണമെങ്കിൽ എന്താണ് ഇയാൾ ചെയ്യുന്നത്? അങ്ങനെ നോക്കുമ്പോൾ സാധാരണ ഒരു മനുഷ്യനിൽ നിന്നും വ്യത്യസ്തമായി ഒന്നും തന്നെ അയാൾ ചെയ്യുന്നില്ല. രാത്രിയിൽ ഇയാൾ വിചാരിച്ച് രാത്രി മുഴുവനും ഇയാൾ നമസ്കരിക്കുകയായിരിക്കും, തഹജ്ജുദ് നമസ്കരിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് ചെന്നത്. പക്ഷേ ഇയാൾ സാധാരണ പോലെ കിടന്നുറങ്ങും, രാവിലെ സുബഹിന്റെ സമയത്ത് എഴുന്നേൽക്കുന്നു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാതിരുന്നതായ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാന് താങ്കളുടെ കൂടെ വരാനുണ്ടായ കാരണം പിതാവിനോട് തെറ്റി വന്നതെന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ദിവസം തുടർച്ചയായി യത്ലഉ അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന എന്ന് താങ്കളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് താങ്കളുടെ പ്രവർത്തനങ്ങൾ നോക്കുവാൻ വേണ്ടി വന്നവരായിരുന്നു. എന്താണ് താങ്കളെ പറ്റി ഇങ്ങനെ പറയിപ്പിക്കുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു,
ഖാല മാ ഹുവ ഇല്ലാ മാ റഅയ്ത്, നിങ്ങൾ കണ്ടതല്ലാതെ ഒന്നുമില്ല, എന്നിൽ യാതൊരു പ്രത്യേകതയുമില്ല, നിങ്ങൾ കണ്ടില്ലേ, ഇതല്ലാത്തൊരു പ്രത്യേകതയും എന്നിലില്ല. വലമ്മ മല്ലയിത്തു, അങ്ങനെ ഞാൻ തിരിഞ്ഞു പോയപ്പോൾ ആളിനെ വിളിച്ചിട്ട് പറഞ്ഞു മാ ഹുവ ഇല്ലാ മാ റഅയ്ത്, താങ്കൾ കണ്ടതല്ലാതെ ഒന്നുമില്ല, പക്ഷേ വൈറ അന്നി ലാ അജിദു ഫീ നഫ്സി ലിഅഹദിൻ മിനൽ മുസ്ലിമീന ഗസ്സൻ, ഞാൻ മുസ്ലിങ്ങളായ എന്റെ സഹോദരന്മാരോട് ഒരിക്കലും എന്റെ ഹൃദയത്തിൽ ദേഷ്യം സൂക്ഷിക്കുന്നവനല്ല. വല അഹ്സുദു അഹദൻ അലാ ഖൈരി അഅതാഹു അല്ലാഹു ഇയ്യാഹു, അല്ലാഹു തആല അയാൾക്ക് നൽകിയതായ ഒരു നന്മയിലും മറ്റൊരാളോടും ഞാൻ അസൂയ കാണിക്കുന്നവനല്ല. ഇത് പറഞ്ഞപ്പോ ഈ സഹാബി പറഞ്ഞു ആദിഹില്ലത്തി ബലഗത് ബി, ഇത് തന്നെയാണ് താങ്കളെ ആ സ്ഥാനത്തേക്ക് എത്തിച്ചത്. വഹിയല്ലത്തി ലാ നത്തിയ, അത് തന്നെയാണ് നമുക്കൊന്നും സാധിക്കാത്തത് എന്നും അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് പറയുകയുണ്ട്. സഹോദരന്മാരെ, മറ്റുള്ള ആളുകളോട് ദേഷ്യമില്ലാതെ, മറ്റുള്ള ആളുകളോട് അസൂയ കാണിക്കാതെ, മറ്റുള്ളവരോട് പ്രശ്നങ്ങളില്ലാതെ, അങ്ങനെയുള്ള ശുദ്ധമായ മനസ്സുമായി നമുക്ക് ജീവിക്കുവാൻ സാധിച്ചാൽ അവര് ഈ പറഞ്ഞതായ വിഭാഗത്തിലാണ്. യത്ലഉ അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന എന്ന് പറഞ്ഞ, അപ്പൊ അങ്ങനെ ഇയാൾ പറഞ്ഞല്ലോ, ഈ സഹാബി അവസാനം പറഞ്ഞല്ലോ ആദല്ലത്തി ലാ നുതി, നമുക്ക് സാധിക്കാത്തതും ഇതാണ്. കാരണം പലപ്പോഴും മനുഷ്യന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ എന്തെങ്കിലും മോശമായ രീതിയിൽ തോന്നാത്ത അല്ലെങ്കിൽ മോശമായ രീതിയിൽ പെരുമാറാത്ത ഒരവസ്ഥ ഉണ്ടാവുകയില്ല. അത് ആ അവസ്ഥകൾ മാറണം എന്നാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. സഹാബത്ത് മുൻഗാമികളായ ആളുകൾ, അവരെ സംബന്ധിച്ചാണ് ഖുർആനിൽ പറഞ്ഞത് വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة. മുഹാജിറുകളായ ആളുകൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്നപ്പോ ആ വന്ന സഹോദരന്മാർക്ക് വേണ്ട സകലമായ സൗകര്യങ്ങളും അവർ ചെയ്തു കൊടുത്തു. മാത്രമല്ല അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ പോലും അവരുടെ ആവശ്യങ്ങളെക്കാളും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്തു. അങ്ങനെയുള്ള സ്വഭാവമായിരുന്നു സഹാബത്തിൻ്റെത് എന്ന് നാം മനസ്സിലാക്കണം. മറ്റുള്ളവരെക്കാൾ, സ്വന്തത്തിനേക്കാളും മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്ന ആളുകൾ, അതായത് അവരുടെ ആവശ്യങ്ങളെക്കാളും മറ്റുള്ളവർക്ക്, അതാണ് എന്ന് പറഞ്ഞത്. അപ്പൊ സഹാബത്തിന്റെ ഈ സ്വഭാവ ചര്യ ഇത് നമ്മൾ മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോ ഒരു ശുദ്ധമായ മനസ്സ് അത് വെച്ചുകൊണ്ടുള്ള ജീവിതമാണ് നാം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സഹാബിമാരിൽപ്പെട്ട ഒരു വ്യക്തിയുടെ മരണ സമയത്തുണ്ടായ ഒരു വാക്ക് കൂടി പറയുകയാണ്. ഇബ്നു അബീ ദുജാന വഹുവ മരീദുൻ വകാന വജ്ഹുഹു യതഹല്ലൽ. ഇബ്നു അബീ ദുജാന എന്ന വ്യക്തിയുടെ അടുത്തേക്ക് സയ്യിദ് ഇബ്നു അസ്ലം ചെന്നു. അദ്ദേഹം മരണാസന്നനായി, മരീദാണ്, രോഗിയാണ്, മരണാസന്നമായ സന്ദർഭമാണ്. അങ്ങനെ ആ സന്ദർഭത്തിൽ വകാന വജ്ഹുഹു യതഹല്ലൽ, അദ്ദേഹത്തിന്റെ മുഖം പ്രകാശപൂരിതമായിരുന്നു. ഈ പ്രകാശപൂരിതമായ മുഖം കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, മാലക യതഹല്ലൽ വജ്ഹു, താങ്കളുടെ മുഖം വളരെ പ്രകാശമാനമാണല്ലോ. അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല മാ മിൻ അമലി ശൈഇൻ ഔസഖു ഇൻദി മിൻ ഇസ്രൈൻ, എനിക്ക് ഏറ്റവും ദൃഢമായ ഇഷ്ടപ്പെട്ടതായ രണ്ട് പ്രവർത്തനങ്ങളിൽ ഒന്ന് എന്നെ ബാധിക്കാത്തതായ പ്രശ്നങ്ങൾ, മറ്റുള്ളവരുടേതായ പ്രശ്നങ്ങളിൽ കൈകടത്തിക്കൊണ്ട് അതിൽ സംസാരിക്കുന്ന പ്രകൃതം എനിക്കുണ്ടായിരുന്നില്ല. രണ്ട്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്റെ ഹൃദയം സലീമായിരുന്നു, കളങ്കമില്ലാത്തതായിരുന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരോട് ഉറപ്പ് സൂക്ഷിക്കുന്ന പ്രകൃതമായിരുന്നില്ല എന്റേത്. ഈ രണ്ട് സ്വഭാവമാണ്
എനിക്കുണ്ടായിരുന്നത് എന്ന് ആ സഹാബി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നല്ല ഒരു മനസ്സ് സ്വർഗം നേടുവാനുള്ള മാധ്യമമാണ് എന്ന് നാം മനസ്സിലാക്കുക. പണ്ഡിതന്മാർ പഠിപ്പിച്ചു, നല്ല മനസ്സുണ്ടാകുവാൻ നമ്മൾ ചെയ്യേണ്ടതായ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പ്രാർത്ഥന അധികരിപ്പിക്കുക. സത്യവിശ്വാസികളോട് ഒരിക്കലും തന്നെ വെറുപ്പുള്ളൊരു മനസ്സ് എനിക്ക് നീ ഉണ്ടാക്കരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, വസ്അലുക ഖൽബൻ സലീമൻ വലിസാനൻ സാദിഖ. സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ പെട്ടതായിരുന്നു അല്ലാഹുവേ എനിക്ക് ഒരു ഖൽബുൻ സലീം, അതുപോലെ തന്നെ ലിസാനുൻ സാദിഖ് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഒന്നത്. രണ്ടാമത്തത്, സദ്വിചാരം ഉണ്ടാവുക. മറ്റുള്ളവരെ സംബന്ധിച്ച് എപ്പോഴും നല്ല വിചാരങ്ങൾ ഉണ്ടാവുക. അബൂ അയ്യൂബ് സംബന്ധിച്ച് അദ്ദേഹത്തെ അബൂ അയ്യൂബ് അൻസാരിയെ സംബന്ധിച്ച് പറയുന്നു, യാ അബാ അയ്യൂബ്, അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിക്കുകയാണ്, അലാ തസ്മഉ മാ യഖൂലു നാസു ഫി ആയിഷ. ആയിഷ ബീവിയുടെ ഒരു അപവാദവുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഇങ്ങനെ ആയിഷ ബീവിയെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോ അബൂ അയ്യൂബ് പറഞ്ഞു, വലാ ദാലികൽ കദിബ്, അത് കളവാണ്. ഉമ്മ അയ്യൂബ് ഫാഇലതൻ ദാലിക, ഉമ്മ അയ്യൂബ് നിങ്ങളെ പറ്റിയാണ്, നിങ്ങളെ ആണ് ഇങ്ങനത്തെ സംഗതിയെങ്കിൽ നിങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുകയില്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, നിന്നെക്കാളും ഉത്തമയാണ് ആയിഷ, അതുകൊണ്ട് അവരിൽ നിന്നും ഇതുപോലെയുള്ള തെറ്റുകൾ സംഭവിക്കുകയില്ല. അപ്പോ ആളുകൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിനെ പറ്റി പറഞ്ഞ് വലുതാക്കുന്നതിന് പകരം അവരെ സംബന്ധിച്ച് നല്ല വിചാരങ്ങൾ ഉണ്ടാവുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങളിൽ കാണുമ്പോൾ നമുക്ക് അതിൽ ഇളവുകൾ കണ്ടെത്തുവാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത്. നിന്റെ സഹോദരനെ സംബന്ധിച്ച് മോശമായ എന്തെങ്കിലും കാര്യങ്ങൾ നീ അറിയാൻ സാധിച്ചാൽ അതിനെന്തെങ്കിലും എതിറുണ്ടാകുമല്ലോ, ഇളവുണ്ടാകുമല്ലോ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവില്ലല്ലോ എന്നാണ് നീ വിചാരിക്കേണ്ടത് എന്നാണ് ഹദീസിലൂടെ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ നാലാമത്തെ കാര്യമായി ബന്ധങ്ങൾ നന്നാക്കുവാൻ വേണ്ടി സലാം വർദ്ധിക്കുക. സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം പ്രചരിപ്പിക്കുക. ഇങ്ങനെ തുടങ്ങി നമ്മുടെ നല്ല മനസ്സുണ്ടാകുവാൻ വേണ്ടി ധാരാളം കാര്യങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരു സകലമായ തെറ്റുകളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമസ്ഥനാകുവാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. അല്ലാഹു തആല അതിൽ നമുക്കെവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസല്ലി അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സഹോദരന്മാരെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറച്ചെങ്കിലും അനുകൂലമായ ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇന്നത്തെ പത്രങ്ങളിലൂടെ നമുക്ക് കേൾക്കുവാൻ സാധിച്ചു. പക്ഷേ അവരുടെ ഒളിയ ചിന്തകൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതിന് നമ്മെക്കൊണ്ട് സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മെക്കൊണ്ട് സാധ്യമാകുന്ന സകലതും നാം ചെയ്യേണ്ടതാണ്. നേരത്തെ ഉണ്ടെങ്കിലും അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ അറിഞ്ഞു, ജാർഖണ്ഡിൽ 170 മദ്രസകൾ അടച്ചുപൂട്ടി. ഇന്നലത്തെ മറ്റൊരു വാർത്ത, യുപിയിൽ 58 ഏക്കർ വഖഫ് ഭൂമി സർക്കാരിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇങ്ങനെ ഓരോ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങൾ, പ്രതിഷേധ പ്രകടനങ്ങളാണെങ്കിൽ അങ്ങനെ, സമരങ്ങളാണെങ്കിൽ അങ്ങനെ, എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അതൊക്കെയും ചെയ്യുക എന്നുള്ളത് സത്യവിശ്വാസികളുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രാർത്ഥന, നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. കാരണം ഒരു വേള നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പ്രധാന സംഗതിയും അതായിരിക്കാം,
അവർ കുതന്ത്രങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിലും അവർ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിലും അല്ലാഹു ഖൈറുൽ മാകിരീൻ, കുതന്ത്രങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കുതന്ത്രം ചെയ്യുന്നത് അല്ലാഹുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക. ഈ ഒരു വിഷയത്തിലല്ല, ലോകത്ത് മുഴുവനുമുള്ള ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരിൽ നടന്നുകൊണ്ടിരിക്കുന്ന സകലമാന സംഗതികൾക്കെതിരും അവർക്കൊക്കെയും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നമുക്കൊണ്ട് സാധിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും വേണം. അല്ലാഹു തആല ലോകത്തിന്റെ നാനാഭാഗത്തും മുസ്ലിമായി എന്നതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങളെ അല്ലാഹു തആല അവർക്കൊക്കെയും തന്നെ എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشري خلقنا بالنار ولا تجعلنا من حطب النار. اللهم انصر اخواننا في فلسطين، اللهم انصر اخواننا في فلسطين، اللهم انصر اخواننا في كل مكان. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى اله وصحبه وسلم.